തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി. നെടുമങ്ങാട് CJM കോടതിയുടേതാണ് വിധി. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. അഭിഭാഷകനായ ആന്റണി രാജു കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രം മാറ്റി നൽകിയതിനെ തുടർന്ന് പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് കേസ്. കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു. ഒന്നാം പ്രതിയായ കോടതി ജീവനക്കാരൻ KS ജോസ് കുറ്റക്കാരനെന്നും കോടതി കണ്ടെത്തി. അല്ല, പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് 409 വകുപ്പ് ഉള്ളതുകൊണ്ട് പരമാവധി ശിക്ഷയായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് അത് ഇന്ന് സെന്റൻസ് പറയാതെ മുകളിലോട്ട് മേൽക്കോടതിക്ക് അയച്ചു കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ആ കഴിഞ്ഞ 1990 നടന്ന ഒരു സംഭവത്തിന് മേളിൽ ഒരു കോടതിയുടെ ജീവനക്കാരനും അന്നത്തെ പ്രതിയുടെ ഒരു ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രി സെൽവഡോർ സെൽവയിലിയുടെ രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി NDPS കേസിലേക്ക് രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പ്രതിയും അന്നത്തെ തൊണ്ടി ക്ലർക്കായ ജോസും കൂടെ ചേർന്നിട്ട് പ്രതിയുടെ അടിവസ്ത്രം രണ്ടാം പ്രതി കൈക്കലാക്കുകയും. ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ആന്റണി രാജുവിനെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റവും സംശയാതീതമായി തെളിഞ്ഞുവെന്നാണോ കോടതി നിരീക്ഷിക്കുന്നത്? ഇനി വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെ? എല്ലാ വകുപ്പുകളും തെളിഞ്ഞിട്ടില്ല. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവ് ഉണ്ടാക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന, ക്രിമിനൽ വിശ്വാസവഞ്ചന, അതാണ് 409 IPC. ഇത്തരം വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. 1-2 വകുപ്പുകൾ പ്രകാരം അദ്ദേഹം അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. എന്തായാലും കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ശിക്ഷാവിധി സംബന്ധിച്ചാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ തൊട്ടടുത്ത നടപടി എന്ന് പറയുന്നത് അതിന്റെ ശിക്ഷാവിധിയിൽ വാദം കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കേസിൽ IPC 409 ക്രിമിനൽ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് അത് ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിക്ക് വിധി പറയാൻ പറ്റുന്ന വകുപ്പല്ല. 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. 10 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള കോടതിക്കാണ് വിധി പറയാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ കേസിന്റെ വിധി പറയുന്നത് CJM കോടതിയിലേക്ക് മാറ്റണമെന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ ഈ ഉപഹർജി കോടതി പരിഗണിച്ചിരുന്നു. അതിനുശേഷം അത് ഓർഡർ പറയുന്നതിന് വേണ്ടിയിട്ട് 2:45 മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഈ കോടതിക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കാം എല്ലാ വകുപ്പുകൾ കൂടി വിധി പറയേണ്ടത് CJM കോടതിയാകട്ടെ എന്ന് തീരുമാനിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോടതിയുടെ പരിഗണനയിലുള്ള ശിക്ഷ വിധിക്കാൻ പറ്റുന്ന വകുപ്പുകളുണ്ട്. 3 വർഷത്തിൽ താഴെയുള്ള വകുപ്പുകളാണ്. ആ വകുപ്പുകൾ പ്രകാരം വിധി പറയുകയും അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ IPC 409 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം വിധി പറയാനുള്ള കാര്യം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് CJM കോടതിയിലേക്ക് മാറ്റുകയും ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനം വരാം. അപ്പോൾ ഇത് എന്ത് തീരുമാനത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കുകയാണ് എല്ലാ വകുപ്പുകൾ പ്രകാരവും CJM കോടതിയിലേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ വിധി വരുന്നത് വരെ, ശിക്ഷാവിധി വരുന്നത് വരെ ഇദ്ദേഹത്തിന് ആന്റണി രാജുവിനും അതോടൊപ്പം തന്നെ ആന്റണി രാജുവിന് പുറത്ത് നിൽക്കാൻ സാധിക്കും. അതല്ല, ഇപ്പോൾ ഈ കോടതി വിധി പറയുകയാണ്. അത് പ്രകാരം 3 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയാണ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആന്റണി രാജുവിന് ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കാം. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്. അതിനുശേഷം ഇന്ന് പോവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള വകുപ്പുകൾ പ്രകാരം, ഈ കോടതിയുടെ പരിധിയിലുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളിൽ ജാമ്യം ലഭിക്കാം. പക്ഷേ ക്രിമിനൽ ഗൂഢാലോചന IPC 409 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷയിൽ പിന്നീട് CJM കോടതി വിധി പറയും. അത് അദ്ദേഹത്തിന് കൂടുതൽ കുരുക്കായിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് MLA സ്ഥാനം സംബന്ധിച്ച അയോഗ്യതയാണ്. സുപ്രീം കോടതി വിധി പ്രകാരം അഡ്വക്കേറ്റ് ലില്ലി തോമസ് നൽകിയ ഹർജിക്ക് ശേഷം സുപ്രീം കോടതി ഈ അയോഗ്യത സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് 2 വർഷമോ അതിൽ കൂടുതലോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യനാകുമെന്നാണ്. സ്വാഭാവികമായും ഇന്ന് 2 വർഷത്തിൽ താഴെയാണ് ശിക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അയോഗ്യത വരില്ല. പക്ഷേ അതിനു അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ 409 ക്രിമിനൽ വിശ്വാസവഞ്ചന ഗുരുതരമായ വകുപ്പാണ്. 14 വർഷം വരെ ശിക്ഷ ലഭിക്കാം. അപ്പോൾ ആ കേസിൽ ശിക്ഷ ലഭിക്കുമ്പോൾ സ്വാഭാവികമായി അയോഗ്യനാകും. ഇന്ന് 2 വർഷം ശിക്ഷ ഇപ്പോൾ ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ തന്നെ അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകും. അതിനുശേഷം 6 വർഷത്തേക്ക്, ഇപ്പോൾ എത്ര വർഷമാണ് ശിക്ഷ പ്രഖ്യാപിക്കുന്നത്, ആ വർഷം അതിനുശേഷം മാത്രമേ ആ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇനി MLA സ്ഥാനം റദ്ദാകുമോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇനി എന്തായിരിക്കും ആ കേസിൽ ശിക്ഷാവിധി എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്.